والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൽ ലാമിയ എന്ന കവിതയാണ് നാം വിശദീകരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹുബ്ബുസ് സ്വഹാബതി കുല്ലിഹിം ലി മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫദായിലു ലകിന്നമ അസ്സിദ്ദീഖു മിൻഹും അഫ്ളലു. ഇതിൽ സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഇനി നമുക്ക് പറയാനുള്ളത് വമവദ്ദത്തുൽ ഖുർബ, നബി കുടുംബത്തെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. മഹാനായ സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഹ്ലു ബൈതി ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, ഊസീകും ബിആലി ബൈതി ഖൈറ, ആലുബൈത്തിനോട്, നബി കുടുംബത്തോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുകയാണ് എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ വന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നാം അനുസരിക്കുക, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സൂക്ഷിക്കുകയും ചെയ്യുക. ആരാണ് അഹ്ലുബൈത്ത്? നാം മുമ്പ് പറഞ്ഞ ഹദീസ്, സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയ്യത്ത് അതവിടുന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നൊരു വ്യക്തി ചോദിക്കുകയാണ്. ഫഖാല ലഹു ഹുസൈനുൻ, താബിഈയായ ഹുസൈൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, വമൻ അഹ്ലു ബൈതിഹി, ആരാണ് അഹ്ലുബൈത്ത്? എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, യാ സയ്യിദു അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, റസൂലിന്റെ ഭാര്യമാർ അവിടുത്തെ അഹ്ലുബൈത്തിൽ പെടുന്നവരല്ലേ? അദ്ദേഹം മറുപടി പറയുകയാണ്, മഹാനായ സഹാബി സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി, റസൂലിന്റെ ഭാര്യമാർ അത് നബി കുടുംബത്തിൽ പെടുന്നവർ തന്നെയാണ്. വലാകിന്ന അഹ്ലു ബൈതിഹി മൻ ഹുരിമ അസ്സദഖത ബഅദഹു, സദഖ നിഷിദ്ധമാക്കപ്പെട്ടവർ, സദഖയുടെ സമ്പാദ്യം അത് ഹറാമാക്കപ്പെട്ടവർ, അവരാണ് അത് അഹ്ലുബൈത്തിന്റെ ആളുകൾ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഹുസൈൻ അവർ ചോദിക്കുകയാണ്, വമൻഹും, അവരാരാണ്? സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹും ആലു അലിയിൻ വആലു അഖീലിൻ വആലു ജഅഫരിൻ വആലു അബ്ബാസിൻ. ഈ 4 കുടുംബ പരമ്പര, ഇതാണ് അഹ്ലുബൈത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നബിയുടെ ഭാര്യമാർ, നബിയുടെ മക്കൾ, അതുപോലെ തന്നെ ആലു അബ്ബാസ്, ആലു ജഅഫർ, ആലു അഖീൽ, ആലു അലി ബിൻ അബി താലിബ്, ഇവരാണ് നബി കുടുംബമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇവരോട് നമുക്ക് പ്രത്യേകമായ ഇഷ്ടമുണ്ട്. അത് അവരോട് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒന്ന്, അവർ നബിയുമായി അടുത്തവരാണ്. രണ്ടാമത്തേത്, അവർ മുഅ്മിനീങ്ങളാണ്. ഈ 2 കാരണമാണ് നബി കുടുംബത്തെ ഇഷ്ടപ്പെടാൻ, അവരെ സ്നേഹിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നബി കുടുംബത്തിൽ, നബി പരമ്പരയിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും, മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾ. അവർക്ക് ഈ പദവി, ഈ ശ്രേഷ്ഠത അവർക്ക് ലഭിക്കുകയില്ല. നബി കുടുംബത്തിൽ, നബിയുടെ കുടുംബ പരമ്പരയിലേക്ക് ചേർക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഈ ശ്രേഷ്ഠതകൾ ലഭിക്കുകയില്ല. അബൂ ലഹബ്, അതുപോലെ തന്നെ അബൂ താലിബ്, അവരെല്ലാം നബിയുടെ കുടുംബ പരമ്പരയിലേക്ക് ചേർക്കപ്പെടുന്നവരാണ്. പക്ഷേ അവർ മുഅ്മിനീങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർ അഹ്ലുബൈത്തിൽ അതിന്റെ ശ്രേഷ്ഠത അവർക്ക് ലഭിക്കുകയില്ല. അബൂ ലഹബിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? സയസ്ലാ നാറൻ ദാത ലഹബ്, അദ്ദേഹം കത്തിക്കപ്പെടുന്ന നരകത്തിൽ അദ്ദേഹം പ്രവേശിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അബൂ താലിബ് നബിയുടെ പ്രതിവ്യനായിരുന്നു. അദ്ദേഹവും അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്,
ഷിർക്കിലായിക്കൊണ്ടാണ്, അബൂ താലിബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായിക്കൊണ്ടാണ് അദ്ദേഹവും മരണപ്പെട്ടത്. അതുകൊണ്ട് കേവലം നബി കുടുംബത്തിൽപ്പെട്ടു എന്നതുകൊണ്ട് അതൊരിക്കലും അള്ളാഹുവിന്റെ പക്കൽ അയാളെ രക്ഷിക്കുകയില്ല. മറിച്ച് ഈമാനും സൽക്കർമ്മങ്ങളുമാണ് ഒരാളെ അള്ളാഹുവിന്റെ പക്കൽ രക്ഷപ്പെടുത്തുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി' ബിഹി നസബുഹു. ഒരാൾ അമല് കൊണ്ട് പിന്നിലായവൻ, അവൻ നസബ് കൊണ്ട്, കുടുംബ പരമ്പര കൊണ്ട് അവനത് മുന്നിലെത്തിക്കുകയില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുണ്ടാവുകയില്ല. അതുകൊണ്ട് അമല് കൊണ്ട് പിറകിലായവൻ, ഈമാനില്ലാത്തവൻ, സൽക്കർമ്മങ്ങളില്ലാത്തവൻ, അവന് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പക്കൽ സ്ഥാനമൊന്നുമില്ല എന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നബി കുടുംബം, അവരോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവർ നബിയുടെ അടുപ്പക്കാരാണ്, നബിയുമായി അടുത്തവരാണ്, അവർ മുഅ്മിനീങ്ങളാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, നാം മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് കേട്ടു, നിങ്ങൾ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഈ വസിയ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ അത് മുറുകെ പിടിക്കുന്നവർ ആരാണ്? അത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നു, വഅബ്അദു الناس عن هذه الوصية الرافضة. നബിയുടെ ഈ വസിയ്യത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്നു നിൽക്കുന്നവർ, അതിനോട് എതിര് നിൽക്കുന്നവരാരാണ്? റാഫിളികളാണ്. ഷിയാക്കളിൽപ്പെട്ട അങ്ങേയറ്റം പിഴച്ചുപോയ കടുത്ത പിഴവിന്റെ വക്താക്കളായ റാഫിളികളാണ് ഈ വസിയ്യത്തിനോട് അങ്ങേയറ്റം എതിര് നിൽക്കുന്ന ആളുകൾ. فإنهم يعادون العباس وذريته. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അദ്ദേഹത്തിന്റെ സന്താനത്തിനോടും ഇവർ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട്. ബൽ യുആദൂന ജുംഹൂറ അഹ്ലിൽ ബൈത്ത്. അതുപോലെ അഹ്ലുബൈത്തിൽപ്പെട്ട അധികം ആളുകളോടും ഇവർ ശത്രുത വെച്ച് പുലർത്തുന്നു. വയുഈദൂന അൽ കുഫാറ അലൈഹിം. അതോടൊപ്പം കാഫിറുകൾ, കുഫാറുകളെ ഇവർ സഹായിക്കുകയും ചെയ്യുന്നു, അവർക്കെതിരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞതായി കാണാം. റാഫിദികൾ അവർ അങ്ങേയറ്റം പിഴച്ചവരാണ്. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ പേരിൽ വ്യഭിചാരം ആരോപിക്കുന്നവരാണ്. അതുപോലെ തന്നെ നബി കുടുംബത്തിൽപ്പെട്ട പല ആളുകളെയും അവർ മുർത്തദ്ദുകളാണ്, നബിയുടെ കാലശേഷം അവർ മുർത്തദ്ദുകളായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് റാഫിദികൾ. അതുകൊണ്ട് അഹ്ലുബൈത്തിന്റെ ഈ വസിയ്യത്തിൽ നിന്ന് അങ്ങേയറ്റം പിഴച്ചുപോയ വിഭാഗമാണ് അർ-റാഫിള എന്ന് നാം മനസ്സിലാക്കുക. സ്വഹാബത്ത് അവർ നബി കുടുംബത്തെ അങ്ങേയറ്റം ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. അതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലത്ത് വരൾച്ചയുണ്ടാകുകയാണ്, മഴ ലഭിക്കാതിരിക്കുകയാണ്, മഴയ്ക്ക് ക്ഷാമം അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് കാന യസ്തസ്ഖി ബിൽ അബ്ബാസി അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പ്രതിവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കുകയാണ് അവർ. തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടുകയും ചെയ്തു. ഈ സംഭവം തെളിവാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മഴയ്ക്ക് വേണ്ടി ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ. നബിയുടെ പൃഥിവ്യനെ കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് തവസ്സുലാക്കുന്നു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. ഞങ്ങൾ അബ്ബാസിനെ കൊണ്ട് തവസ്സുലാക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് ബിഅമ്മി നബിയിന, നബിയുടെ അമ്മിനെ. ഇതെന്താണ്? ഇത് നബി കുടുംബത്തെ മഹത്വപ്പെടുത്തുന്നതിന്റെ, ആദരിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ അന്ന് അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ധാരാളം ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ് അലി റളിയല്ലാഹു അൻഹു. എന്നിട്ടും നബി കുടുംബത്തോട് ഏറ്റവും അടുത്ത ആൾ എന്ന നിലയ്ക്ക് ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് ആരെയാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇത് നബി കുടുംബത്തെ അവർ ആദരിച്ചതിന്റെ, അവർ ബഹുമാനിച്ചതിന്റെ തെളിവായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ദഹബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം ഒരിക്കൽ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും വാഹനപ്പുറത്തായിരുന്നു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവർ അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം അവരെ വിട്ടുപോകുന്നത് വരെ അവർ താഴെ തന്നെ നിൽക്കുകയാണ്. എന്തിനാണത്? ഇജ്ലാലൻ ലിഅമ്മി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ പൃഥുവ്യനെ, അമ്മിനെ, അദ്ദേഹത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി കുടുംബത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് അത് അഹ്ലുസുന്നത്തിന്റെ മാർഗം തന്നെയാണ്. എന്നാൽ ഇതിൽ പിഴച്ചുപോയ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം അവരുടെ വിഷയത്തിൽ അതിരി കവിഞ്ഞു. ചില ആളുകളോ അവർ നബി കുടുംബത്തിന് നൽകേണ്ട ശ്രേഷ്ഠതകൾ, പദവികൾ അവർക്ക് വകവെച്ചു കൊടുത്തില്ല. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ശരിയായ നിലപാട് നിലകൊള്ളുന്നത്, മധ്യമമായ നിലപാട്, അഹ്ലുസുന്നത്തിന്റെ പ്രമാണങ്ങളോട് യോജിക്കുന്ന നിലപാട്. അതാണ് മധ്യമമായ നിലപാട്. അവിടെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ നിലകൊള്ളുന്നത്. ഇവരുടെ വിഷയത്തിൽ അതിരി കവിഞ്ഞവർ ആരാണ്? അത് റാഫിദികളാണ്, ഷിയാക്കളിൽപ്പെട്ട റാഫിദികളാണ്. അവർ നബി കുടുംബത്തിലെ ചിലരുടെ വിഷയത്തിൽ അതിരി കവിഞ്ഞവരാണ്. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും, അതേപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ വിഷയത്തിൽ അതിരി കവിഞ്ഞവരാണ് റാഫിദികൾ. അവർക്ക് ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ അവരുടെ സ്ഥാനത്തിന് മീതെ അവർ ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം റാഫിദികൾക്ക് സംഭവിച്ച പിഴവാണ്. അവർ അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ അതിരി കവിഞ്ഞവരാണ്. അതോടൊപ്പം അഹ്ലുബൈത്തിന്റെ ചില ആളുകളെ അവർ ഉണ്ടാക്കുന്നുണ്ട്, മോശപ്പെടുത്തി സംസാരിക്കുന്നുമുണ്ട്. റാഫിദികൾ നബിയുടെ ഭാര്യയെ അവർ മോശമാക്കി സംസാരിക്കുന്നു. അതുപോലെ നബിയുടെ പൃഥുവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവർ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ, അർ-റവാഫിദ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അൻ-നവാസിബ്. അവരുടെ പേരാണ് അൻ-നവാസിബ്. അവർ അലി റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിന്റെ മക്കളോടും നബി കുടുംബത്തോടും ശത്രുത വെച്ച് പുലർത്തിയ ആളുകളാണ്. ഇവർ കൂഫയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകേന്ദ്രം കൂഫയിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് അൻ-നവാസിബ്. അവർ ഇന്ന് ഒരു കക്ഷിയായി, ഒരു സംഘമായി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. പക്ഷേ അവരുടെ വാദം എന്തായിരുന്നു? അവരുടെ പിഴച്ച വാദം, അവർ അലി റളിയല്ലാഹു അൻഹുവിനോടും നബി കുടുംബത്തോടും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമായിരുന്നു. അവരിന്നൊരു കക്ഷിയായി അവശേഷിക്കുന്നില്ല. ഇതിന്റെ രണ്ടിന്റെയും മധ്യമ നിലപാടിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ നിലകൊള്ളുന്നത്. ഫഹും യുഹിബ്ബൂനഹും, അഹ്ലുസുന്ന നബി കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു. അവർ മുഅ്മിനീങ്ങളാണ്, അവർ നബിയോട് അടുപ്പമുള്ളവരാണ്. വയുക്രിമൂനഹും, അവരെ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. വയദ്കുറൂന ഫളായിലഹും, അവർക്ക് വന്ന ശ്രേഷ്ഠതകൾ അത് പറയുന്നു, അത് പ്രചരിപ്പിക്കുന്നു. വയദുബ്ബൂന അൻഹും, അവരുടെ വിഷയത്തിൽ വരുന്ന ആക്ഷേപങ്ങളെ അതിനെ ചെറുത്തു നിൽക്കുന്നു. വയംനഊന സബ്ബഹും, അവരെ ചീത്ത പറയുന്നവരെ തടുക്കുന്നു, തടയുന്നു. അതുപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അഹ്ലുസുന്ന അതിരി കവിയുന്നില്ല. ലാ യുഅ്തൂനൽ ഇസ്മത ലഹും, അവർക്ക് പാപ സുരക്ഷിതത്വം അഹ്ലുസുന്ന നൽകുന്നില്ല. നബി കുടുംബത്തിൽപ്പെട്ടവർ അവർ തെറ്റുകളൊന്നും സംഭവിക്കാത്തവരാണ്. അവർക്ക് ഇസ്മത്തുണ്ട് എന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നില്ല. അവർക്ക് തെറ്റുകൾ സംഭവിക്കാം. അതുപോലെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകൾ അവരുടെ വാക്കുകൾ ഒരു ഹദീസ് പോലെ, നബിയുടെ വചനം പോലെ അഹ്ലുസുന്ന എന്താക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. മറിച്ച് അഹ്ലുസുന്നയുടെ പ്രമാണം അത് ഖുർആനും സുന്നത്തുമാണ്. അതിന് ആര് എതിരായാലും, അത് നബി കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും അത് അവർ സ്വീകരിക്കുകയില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ വിഷയത്തിൽ അവരുടെ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാട് ഇതാകുന്നു. അപ്പോ നബി കുടുംബത്തിന്റെ വിഷയത്തിൽ പിഴച്ചുപോയ രണ്ട് വിഭാഗം ആരൊക്കെയാണ്? അർ-റവാഫിദ് വൻ-നവാസിബ്. റവാഫിദുകൾ അവരാരാണ്? നബി കുടുംബത്തെ അവരുടെ വിഷയത്തിൽ അതിരി കവിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ നവാസിബുകളായ ആളുകൾ അവർ അഹ്ലുസുന്നയെ എന്ത് വിളിക്കും? നിങ്ങൾ റവാഫിദുകളാണ് എന്ന് വിളിക്കും. കാരണം എന്താണ്? അഹ്ലുസുന്ന നബി കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം നബി കുടുംബത്തെ ഇഷ്ടപ്പെടുന്നതിനാൽ ചില ആളുകൾ എന്ത് പറഞ്ഞു? ഇമാം ഷാഫിഈ റാഫിദിയാണ് എന്ന് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു.
അങ്ങനെ അദ്ദേഹം അവർക്ക് മറുപടിയായിക്കൊണ്ട് ഒരു കവിത പാടിയതായി കാണാം. അദ്ദേഹം പറയുന്നു, ഇൻ കാന റഫ്ദൻ ഹുബ്ബു ആലി മുഹമ്മദിൻ ഫൽയശ്ഹദി സഖലാനി അന്നി റാഫിളി. നബിയുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അതാണ് റാഫിളിയത്തെങ്കിൽ ഈ ലോകർ അവർ അറിഞ്ഞുകൊള്ളട്ടെ, ഞാൻ റാഫിളിയാണ്. ഇമാം ശാഫിഈ റഹിമഹുള്ള പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ റാഫിളിയത്ത് എന്ന് പറയുന്നത് നബി കുടുംബത്തെ ഇഷ്ടപ്പെടലല്ല, മറിച്ച് അവരുടെ വിഷയത്തിൽ അതിരുകവിയലാണെന്ത്. അതാണ് റാഫിളിയത്തിന് പറ്റിയ പിഴവ്. നബി കുടുംബത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് അഹ്ലുസുന്നയുടെ നിലപാടാണ്. അവരുടെ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചവർ അഹ്ലുസുന്നയാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയെ റവാഫിളുകൾ എന്ന് വിളിക്കുന്നത് അത് തീർത്തും അബദ്ധമാണ്. അതാണ് ഇമാം ശാഫിഈ റഹിമഹുള്ള അവിടുന്ന് മറുപടി കൊടുത്തത്. അതുപോലെ തന്നെ റാഫിളുകളായ ആളുകൾ അവർ അഹ്ലുസുന്നയെ എന്ത് വിളിക്കും? നിങ്ങൾ നവാസിബുകളാണ്. എന്താണ് നവാസിബുകൾ എന്ന് പറഞ്ഞാൽ? നബി കുടുംബത്തോട് ശത്രുതയുള്ളവർ. മറ്റ് സഹാബത്തിനോടൊക്കെ ഇഷ്ടമാണ്, എന്നാൽ നബി കുടുംബത്തോട് പ്രത്യേകമായ ശത്രുത വെച്ച് പുലർത്തുന്ന പിഴച്ചുപോയ ഒരു വിഭാഗമായിരുന്നു നവാസിബുകൾ. അപ്പോൾ അഹ്ലുസുന്ന അവർ മറ്റു സഹാബത്തിനെ, എല്ലാ സഹാബത്തിനെയും ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം, എല്ലാ സഹാബത്തിനെയും ഇഷ്ടപ്പെടുന്നവരാണ് അഹ്ലുസുന്ന. അതുകൊണ്ട് സഹാബത്തിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് റാഫിളികളായ ആളുകൾ അഹ്ലുസുന്നയെ എന്ത് വിളിച്ചു? നിങ്ങൾ നവാസിബുകളാണ് എന്ന് ആക്ഷേപിച്ചു. ആ സമയത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞു, ഇൻ കാന നസ്ബൻ ഹുബ്ബു സ്വഹ്ബി മുഹമ്മദിൻ ഫൽയശ്ഹദി സഖലാനി അന്നി നാസിബി. സഹാബത്തിനെ, നബിയുടെ സഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്, അവരെ സ്നേഹിക്കുക എന്നുള്ളത് അത് നാസിബിയത്താണെങ്കിൽ ഈ ഭൂലോകർ അറിഞ്ഞുകൊള്ളട്ടെ, ഞാൻ നാസിബിയാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാസിബിയത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല? സഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നത് മാത്രമല്ല, അവർക്ക് പിഴച്ചത് എവിടെയാണ്? അവർ നബി കുടുംബത്തോട് ശത്രുത പുലർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് പിഴച്ച വിഭാഗം അതിനെ മനസ്സിലാക്കുകയും അഹ്ലുസുന്നയുടെ യഥാർത്ഥ മാർഗത്തെ നാം തിരിച്ചറിയുകയും ചെയ്യുക. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് എന്താണ്? ഹുബ്ബു സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബു. സ്വഹാബത്തിനെ, അവരെല്ലാവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വമവദ്ദത്തുൽ ഖുർബ, നബിയുടെ കുടുംബത്തെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതവസ്സലു, ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി അവ രണ്ടുകൊണ്ടും ഞാൻ അള്ളാഹുവിനോട് തവസ്സുലാക്കുന്നു. അവ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് തവസ്സുലാക്കുന്നു. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി ഞാൻ അതിനെ തേടുന്നു. അപ്പോൾ സഹാബത്തിനെ ഇഷ്ടപ്പെടുക, അതുപോലെ നബി കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത് അതെന്താണ്? അതൊരു സൽക്കർമ്മമാണ്. അങ്ങനെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എന്താക്കാം? അള്ളാഹുവിനോട് തവസ്സുലാക്കാം. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തവസ്സുലുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തവസ്സുൽ പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. അത്തവസ്സുലു യൻഖസിമു ഇലാ ഖിസ്മൈൻ, രണ്ട് ഇനമാണ്. ഒന്നാമത്തേത് മംനൂഉൻ, വിലക്കപ്പെട്ടത്, ദീനിൽ അനുവദിക്കപ്പെടാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലോ നമുക്ക് പഠിപ്പിക്കാത്ത തരത്തിലുള്ള തവസ്സുലുണ്ട്, ഹറാമായ തവസ്സുൽ. രണ്ടാമത്തേത് മശ്റൂഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിലും അതുപോലെ ഖുർആനിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഇനം, അതാണ് മശ്റൂഉ. ഇനി ഒന്നാമത്തേത് വിലക്കപ്പെട്ട തവസ്സുൽ, അത് രണ്ട് ഇനമാണ്. ഏതാണ് ഒന്നാമത്തേത്? അത്തവസ്സുലു ശിർക്കി, ശിർക്കിയായ തവസ്സുൽ. അത് പറഞ്ഞാൽ എന്താണ്? വഹുവ അൻ യഅബുദൽ ഇൻസാനു മഅല്ലാഹി സനമൻ ഔ ഖബറൻ ഔ നബിയൻ, ഒരു വ്യക്തി അള്ളാഹുവിന്റെ കൂടെ വിഗ്രഹങ്ങളെയോ ഖബറുകളെയോ അമ്പിയാക്കന്മാരെയോ സാലിഹീങ്ങളെയോ അവരെയൊക്കെ അള്ളാഹുവിന്റെ കൂടെ അവൻ ആരാധിക്കുകയാണ്, ഇബാദത്ത് ചെയ്യുകയാണ്. അതിനോടാണ് അവൻ നേരിട്ട് പ്രാർത്ഥിക്കുന്നത്, അവരിലാണ് അവൻ അഭയം തേടുന്നത്, അവരിലാണ് അവൻ തവക്കുലാക്കുന്നത്. അവന്റെ സുജൂദുകൾ അത് അള്ളാഹു അല്ലാത്ത ഖബറിന്റെ മുൻപിലാണ്. അവൻ തവാഫ് ചെയ്യുന്നത് ഖബറിന്റെ അരികിലാണ്. അവൻ ഭയപ്പെടുന്നത് മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരെയും അതുപോലെ ഇന്ന ജാറത്തിൽ കടക്കുന്ന ശൈഖുമാരെയുമാണ്. ഇങ്ങനെ അള്ളാഹുവിന് പുറമെ ഇത്തരത്തിലുള്ള വസ്തുക്കളെയും വ്യക്തികളെയും പുണ്യപുരുഷന്മാരെയും കല്ലുകളെയും നിർജീവ വസ്തുക്കളെയും ഒക്കെ ഇബാദത്ത് ചെയ്യുക, ഇതെന്താണ്? ഇത് ശിർക്കാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ശിർക്കിനെ അവരെന്ത് പറയും? ഇത് തവസ്സുലാണ്,
എന്നാണ് അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകൾ, അവർ അവരുടെ ആരാധ്യന്മാർ, അള്ളാഹുവിന് പുറമെ പല വസ്തുക്കളെയും അവർ ആരാധിച്ചിരുന്നു. കല്ലുകളെയും മരങ്ങളെയും അതുപോലെ സാലിഹീങ്ങളെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നു. അവരതിനുള്ള ന്യായമായി പറഞ്ഞത് എന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവരെന്തിനാണ് അവയൊക്കെ വിളിച്ച് സഹായം തേടിയത്? അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനും അവനുമിടയിൽ ഒരാളെ നിശ്ചയിക്കുകയും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഇതെന്തല്ല, ഇത് തവസ്സുലല്ല, ഇത് ശിർക്കാണ്. ഇബാദത്ത് മറ്റുള്ളവർക്ക് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിർക്കിനെ പല പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇസ്തിശ്ഫാ എന്ന് പറയും, അതുപോലെ ഇസ്തിഗാസ എന്ന പേരിൽ പറയും, അതുപോലെ തവസ്സുൽ എന്ന പേരിൽ, അതുപോലെ മഹബ്ബത്തു സ്വാലിഹീൻ, ഇങ്ങനെയൊക്കെ പല പേരിലും ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള മാർഗങ്ങൾ അതിന്റെ വക്താക്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് പഠിച്ച ഒരു വ്യക്തിക്ക് ഇതിലെന്തില്ല, സംശയമുണ്ടാവുകയില്ല. ഇതാണ് ഒന്നാമത്തെ ഇനം, വിലക്കപ്പെട്ട തവസ്സുലിന്റെ ഒന്നാമത്തെ ഇനം. രണ്ടാമത്തേത് അത്തവസ്സുലുൽ ബിദ്അഇ, ബിദ്അത്താകുന്ന തവസ്സുൽ. അതെന്താണ്? ഹുവ അൻ യസ്അലൽ ഇൻസാനു ബിദവാതിൽ അംബിയാഇ അവിസ്സാലിഹീൻ. ഒരു വ്യക്തി അള്ളാഹുവിനോട് അമ്പിയാക്കന്മാരുടെയും സാലിഹീങ്ങളുടെയും അവരെ ഹക്ക്, ജാഹ്, ബറക്കത്ത് ഇത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഇവിടെ ചോദിക്കുന്നത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. പക്ഷേ അതിന്റെ ഇടയിൽ എന്താക്കി? അമ്പിയാക്കന്മാരുടെ അവരുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം, പദവി, അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ അള്ളാഹുവേ നീ ഇത് നൽകണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ലാത്ത മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തവസ്സുൽ ചെയ്യുന്ന ആളുകൾ അതെന്താണ്? അത് ബിദ്അത്താകുന്ന തവസ്സുലാണ്. അവിടെ ശിർക്ക് സംഭവിക്കുന്നില്ല. അവിടെ പ്രാർത്ഥിക്കുന്നത് ആരോട് തന്നെയാണ്? അള്ളാഹുവിനോട് തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ബിഹഖി നബിയിക, ബിഹഖി റസൂലിക, ബിജാഹി നബിയിക, അല്ലെങ്കിൽ ബിബറകതി നബിയിക, ബദരീങ്ങളുടെ ബർക്കത്തിനാൽ, അങ്ങനെ പലതും തവസ്സുലാക്കുന്ന ആളുകളുണ്ട്. അതെന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തിൽ നിന്നോ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. അത് നമ്മളെ പുത്തനാചാരമാണ്, അത് ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഒരു വ്യക്തി അവൻ വിശ്വസിക്കുകയാണ്, നബിയുടെ ഹക്ക് കൊണ്ട്, നബിയുടെ ജാഹ് കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു അത് നൽകാൻ നിർബന്ധിതനായി തീരും എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിലോ അത് ബിദ്അത്തിൽ നിന്ന് അതിന്റെ മർത്തബ മാറുകയാണ്. കാരണം അവൻ അള്ളാഹുവിനെ സൃഷ്ടികളുമായി തുലനപ്പെടുത്തുകയാണ്. അല്ലേ? നമ്മുടെ സൃഷ്ടികൾ, നമ്മുടെ നാട്ടിൽ ഒരു വലിയ രാജാവുണ്ടെന്ന് വിചാരിക്കുക. ആ രാജാവിന്റെ അടുക്കൽ നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ വഴി നമുക്കെന്താക്കാം? അത് സാധിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അയാൾ വഴി ശുപാർശ ചെയ്യും. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഈ രാജാവ് അത് നൽകാൻ നിർബന്ധിതനായി തീരും. അങ്ങനെ നബിയുടെ ജാഹ് കൊണ്ട്, നബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു അത് നൽകാൻ നിർബന്ധിതനായി തീരും എന്ന വിശ്വാസത്തിൽ ഒരാൾ ചോദിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് അത് മനഃപൂർവ്വം ചെയ്യുക എന്നുള്ളത് അത് കുഫറാകുന്ന കാര്യമാണ്. അത് നമ്മളെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയെ കൊണ്ടുള്ള തവസ്സുൽ അത് 3 രൂപത്തിലാണുള്ളത്. ഒന്നാമത്തേത് എന്താണ്? നമ്മൾ നബിയിൽ വിശ്വസിക്കുന്നു, നബിയിലുള്ള നമ്മുടെ ഈമാൻ, അതുപോലെ നമ്മൾ നബിയെ ഇഷ്ടപ്പെടുന്നു. ഇതെന്താണ്? ഒരു സൽക്കർമ്മമാണ്. നബിയിൽ വിശ്വസിക്കുക, നബിയോടുള്ള മഹബ്ബത്ത്, അത് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നബിയെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആ സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നബിയോടുള്ള മഹബ്ബത്ത് അത് നമുക്ക് എടുത്തു പറയാം. ഇത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ നബി കൊണ്ടുള്ള രണ്ടാമത്തെ തവസ്സുലാണ് നബിയോട് നേരിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. ഇത് നബിയുടെ ജീവിതകാലത്ത് അനുവദനീയമാണ്, നബിയുടെ മരണശേഷം അനുവദനീയമല്ല. മരണപ്പെട്ട ആളുകൾ അവർ കേൾക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ സഹായദത്തം അവർ കേൾക്കുകയില്ല. അത് മരണശേഷം
അത് പാടില്ല, അത് ഹറാമാണ്. ഇനി മൂന്നാമത്തെ ഇനം എന്താണ്? നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഇത് ബിദ്അത്താണ്. ഇത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല, മുൻഗാമികളുടെ മാതൃകയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മധ്യവർത്തിയെ നിശ്ചയിക്കുകയും ഒരു ഇടയാളനെ നിശ്ചയിക്കുകയും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാം ദീനിൽ പരിചയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്? അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല, മറിച്ച് നമുക്കും അള്ളാഹുവിനുമിടയിൽ ചില മധ്യവർത്തികളെ നാം നിശ്ചയിക്കണം. അള്ളാഹുവുമായി അടുത്ത ആളുകൾ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അതുപോലെയുള്ള ആളുകളെ അവരെ ഇടയാളന്മാരായി നിശ്ചയിക്കുകയും അവരോട് നാം പ്രാർത്ഥിക്കുകയും അവർ അള്ളാഹുവിൽ നിന്ന് നമുക്കത് നേടിത്തരികയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ നേരിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്, വളരെ ഗുരുതരമായ പാപമാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം നവാഖിബുൽ ഇസ്ലാമിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത്, ആരെങ്കിലും അവരും അള്ളാഹുവിനുമിടയിൽ ചില മധ്യവർത്തികളെ നിശ്ചയിക്കുകയാണ്, യദ്ഉഹും, എന്നിട്ട് അവരോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ആരോട്? ഈ മധ്യവർത്തികളോട്. വയസ്അലുഹുമുശ് ശഫാഅ, അവരോട് ശഫാഅത്ത് ചോദിക്കുകയാണ്. വയതവക്കലു അലൈഹിം, അവരിൽ ബരമേൽപ്പിക്കുകയാണ്. കഫറ ഇജ്മാഅൻ, അവനെന്താണ്? അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിത ലോകം അവർ ഇജ്മാ ഉള്ള വിഷയമാണ്. അതോട് ചെറിയ വിഷയമല്ല, നിസ്സാര കാര്യമല്ല അള്ളാഹുവിന് നമുക്കിടയിൽ മധ്യവർത്തികളെ നിശ്ചയിച്ച് അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇടവേറ്റം, ഇടയാളന്മാരെ നിശ്ചയിക്കുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യമല്ല. എന്നിട്ട് അവർ ചില വൃത്തികെട്ട ഉപമകൾ, അവരുടെ വൃത്തികെട്ട നാവുകൾ കൊണ്ട് അള്ളാഹുവിനെ പറയാൻ പാടില്ലാത്ത ഉപമകൾ ചില ആളുകൾ പറയുകയുണ്ടായി. പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിൽ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പാടില്ല. അതെങ്ങനെയാണ്? അത് അള്ളാഹുവിനെ അവർ ഒരു ട്രാൻസ്ഫോമറുമായി ഉപമിക്കുകയാണ്. ഒരു ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ നേരിട്ട് കണക്ഷൻ കൊടുത്താൽ അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല. നമ്മൾ പാപികളാണ്, ദോഷികളാണ്, നമ്മൾ അള്ളാഹുവിന് നിസ്സാരനായ ഒരു അടിമയാണ്. അതുകൊണ്ട് ആ ട്രാൻസ്ഫോമറിൽ നിന്ന് പല കണക്ഷനുകളും എടുത്ത് അതിന്റെ പവർ കുറച്ച് കുറച്ച് വരുന്നത് പോലെ നമ്മൾ അള്ളാഹുവുമായി സാമീപ്യം സിദ്ധിച്ച അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമായി അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എന്നാണ് അവർ ഒന്നാമതായി പറഞ്ഞ ഉപമ. ചില ആളുകൾ പറഞ്ഞു അള്ളാഹു അതൊരു മുഖ്യമന്ത്രിയെ പോലെയാണ്. ആ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ പറ്റില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ, പല ഉദ്യോഗസ്ഥന്മാരെയും കാണേണ്ടി വരും, പല കടമ്പകളും കടക്കേണ്ടി വരും, എന്നാലേ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയുള്ളൂ. ഇതുപോലെയാണ് അള്ളാഹു എന്നവർ അവരുടെ വൃത്തികെട്ട നാവുകൊണ്ട് അള്ളാഹുവിനെ ഉപമിക്കുകയാണ്. മൂന്നാമതായി അവർ പറഞ്ഞു, അവരിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, അള്ളാഹുവിനോട് തേടുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉത്തരം കിട്ടുക അത് മരിച്ചുപോയ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കുന്നതാണ്. അതെങ്ങനെയാണ്? അത് ഒരു ബെൻസ് കാറിലും ഒരു KSRTCയിലും പോകുന്നത് പോലെയാണ്. KSRTCയിൽ പോയാൽ അതവിടെ എത്തിയാലെത്തി, ഉറപ്പൊന്നുമില്ല. എന്നാൽ ബെൻസ് കാറിലാണെങ്കിലോ അത് പെട്ടെന്നെത്തും, യാതൊരു പ്രയാസവുമില്ല, തടസ്സങ്ങളുമില്ലാതെ എത്തും. ഇങ്ങനെ അള്ളാഹുവിനെ വൃത്തികെട്ട ഉപമകൾ കൊണ്ട് അവർ നിന്ദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താണ്? ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല, ഒന്നും തന്നെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി, അള്ളാഹുവിന്റെ നാമങ്ങൾ പോലെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലെ, അള്ളാഹുവെ പോലെ ഒരാളുമില്ല, ഒന്നുമില്ല. എന്നിട്ട് അള്ളാഹുവിനെ ഉപമിക്കുകയാണ്. എത്ര വലിയ കുഫറാകുന്ന കാര്യമാണ്. ഇങ്ങനെ ആളുകളെ അവരുടെ മനസ്സിങ്ങനെ പാകപ്പെടുത്തി അവരെ ശിർക്കിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, നമുക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മധ്യവർത്തികളെ വേണ്ടതുണ്ട്, നമുക്ക് നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെന്താണ്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക,
ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അവിടെ ഒരു മധ്യവർത്തിയുടെ, ഒരു ഇടയാളന്റെ ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ എന്തില്ല, നമുക്കും അല്ലാഹുവിനുമിടയിൽ ഒരു മധ്യവർത്തിയില്ല. എന്നാൽ ഈ ദീൻ നമുക്ക് എത്തിച്ചു നൽകുന്നതിൽ നമുക്കും അല്ലാഹുവിനുമിടയിൽ ചില വസായിത്തുകളുണ്ട്. അതാരാണ്? നബിമാരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ദീൻ നമുക്ക് എത്തിച്ചു നൽകി. അത് വസായിതു തബ്ലീഗ്, ഈ ദീൻ എത്തിച്ചു തന്നതാണ്. എന്നാൽ ഇബാദത്തിന്റെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വസായിത്തുകൾ, ഇടയാളന്മാർ നമുക്കില്ല. ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞു ശിർക്കായ തവസ്സുലുണ്ട്, ബിദ്അത്തായ തവസ്സുലുണ്ട്. അതിനവർ തെളിവ് പറയുന്ന ആയത്ത് എന്താണ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ അല്ലാഹു വിളിക്കുകയാണ്. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറയുന്നു വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അവനിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയും ചെയ്യുക. നിങ്ങൾ വസീല തേടുക, അവനിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുക. എന്നിട്ട് അവർ ഇതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. വസീല എന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിക്കുകയാണ്. അവർ വഴി അള്ളാഹുവിലേക്ക് എത്തുകയാണ്. അതാണ് വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ അതിനെ ദുർവ്യാഖ്യാനിക്കുന്നത്. എന്നാൽ തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. എന്താണ് അവിടെ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീറുൽ ബൈളാവിയിൽ അദ്ദേഹം പറയുന്നു, മിൻ ഫിഅലി ത്വാആതി വതർക്കിൽ മആസി, നന്മകൾ ചെയ്തുകൊണ്ട്, അള്ളാഹു പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ തിന്മകൾ അത് പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടിക്കൊള്ളുക. തഫ്സീറുൽ ജലാലൈൻ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന തഫ്സീറാണ്. അതിൽ അദ്ദേഹം പറയുന്നു, മാ യുഖർരിബുകും ഇലൈഹി മിൻ ത്വാഅതിഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ എന്താക്കുക? അവയിലേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ സ്വീകരിക്കുക. തഫ്സീർ ത്വബരി അതിലും നമുക്ക് കാണാം, യഅനി ബിൽ വസീല, വസീല എന്ന് പറഞ്ഞാൽ അൽ ഖുർബതു, അത് സൽക്കർമ്മങ്ങളാണ്, നന്മകളാണ് എന്നവിടുന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഖുർആനിൽ അൽ വസീല എന്ന പദം അതിന്റെ അർത്ഥം എന്താണ്? ഫിഅലു ത്വാആത്ത് വതർക്കുൽ മആസി, നന്മകൾ ചെയ്യുക, തിന്മ ഉപേക്ഷിക്കുക. അതാണ് ഖുർആനിൽ അൽ വസീല എന്ന പദത്തിന്റെ അർത്ഥം. അതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ, നബിയുടെ വാക്കിൽ അൽ വസീല എന്ന് പറഞ്ഞാൽ എന്താണ്? നബിയുടെ വാക്കിൽ അൽ വസീല എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, അദ്ദേഹം ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങളും അതുപോലെ മറുപടി പറയുക. എന്നിട്ട് എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക. ഫഇന്നഹു മൻ സല്ലല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, ആരെങ്കിലും എനിക്കൊരു സ്വലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചെല്ലുന്നതാണ്. എന്നിട്ട് പറഞ്ഞു സുമ്മ സലുല്ലാഹ ലിൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല ചോദിക്കുക. അപ്പോൾ നബിയുടെ വാക്കിൽ അൽ വസീല എന്നതിന്റെ അർത്ഥം എന്താണ്? ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന, അത് സ്വർഗ്ഗത്തിലുള്ള ഒരു പദവി, പ്രത്യേക പദവി, അതിനെയാണ് അൽ വസീല എന്നറിയിക്കുന്നത്. ഇതാണ് നബിയുടെ വാക്കിലുള്ള വസീല എന്നതിന്റെ അർത്ഥം. ഇനി സഹാബത്തിന്റെ വാക്കിൽ, അവരുടെ വാക്കിൽ വസീല എന്നുള്ള വാക്ക് വന്നാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയ്യിന ഫതസ്ഖീന, അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ ഞങ്ങൾ നിന്റെ നബിയെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കിയിരുന്നു. അപ്പൊ സഹാബത്തിന്റെ വാക്കിൽ അൽ വസീല അല്ലെങ്കിൽ തവസ്സുൽ എന്ന അതിന്റെ അർത്ഥം എന്താണ്? ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നാണ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അപ്പോൾ ഞങ്ങൾ നബിയെ കൊണ്ട് തവസ്സുലാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നബിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നബി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അത് മുഖേന ഞങ്ങൾക്ക് മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിന, ഞങ്ങളിപ്പോൾ നബിയുടെ അമ്മിനെ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവെ തവസ്സുലാക്കുകയാണ്. ഇവിടെ തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അപ്പൊ ഈ 3 അർത്ഥങ്ങളും നമ്മൾ എന്താക്കണം? വ്യവച്ഛേദിച്ച് തന്നെ മനസ്സിലാക്കിയാൽ ഈ ശിർക്കിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ അവരുണ്ടാക്കുന്ന ശുബഹാത്തുകൾ അതിൽ നിന്ന് നമുക്ക് എന്താക്കാം? ഒരു പരിധിവരെ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഇതാണ്
ശിർക്കായ ബിദ്അത്തായ തവസ്സുലിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ശിർക്കായ ബിദ്അത്തായ തവസ്സുലിനെ നമ്മൾ എതിർക്കുമ്പോൾ ദീനിൽ പഠിപ്പിക്കപ്പെട്ടൊരു തവസ്സുലുണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ടോ, അത് നമ്മൾ അനുഷ്ഠിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, അത് നാം പ്രാവർത്തികമാക്കാറുണ്ടോ, നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ഏതാണ് ദീനിൽ പഠിപ്പിക്കപ്പെട്ട തവസ്സുൽ? അതിന് പല ഇനങ്ങളുണ്ട്. ഒന്നാമത്തേത് അത്തവസ്സുലു ബി അസ്മാഇല്ലാഹി വസിഫാതിഹി, അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും അത്യുത്തമമായ ഏറ്റവും നല്ല പേരുകൾ അത് അള്ളാഹുവിനുള്ളതാണ്. ഫദ്ഉഹു ബിഹ, അതുപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവനോട് ചോദിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മുടെ വിഷമം മാറാൻ, സങ്കടം മാറാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ നിനക്ക് നീ നിശ്ചയിച്ച നിന്റെ നാമങ്ങൾ, നിന്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് തന്നെ വിളിച്ച പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അതല്ലെങ്കിൽ സൃഷ്ടികളിൽ നീ ആരെയെങ്കിലും പഠിപ്പിച്ച നിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്. ഔ അൻസൽതഹു ഫീ കിതാബിക്, അതല്ലെങ്കിൽ നിന്റെ കിതാബുകളിൽ നീ അവതരിപ്പിച്ച നാമങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട്. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അതല്ലെങ്കിൽ നിന്റെ ഗൈബിയായ വിജ്ഞാനത്തിൽ നീ മറച്ചു വെച്ച നാമങ്ങൾ. ഈ എല്ലാ നാമങ്ങളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇവിടെ എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് പ്രത്യേകം വസിയ്യത്തായി നൽകിയതായി കാണാം, രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, യാ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനെ. അള്ളാഹുവിന്റെ നാമങ്ങളാണ്, അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് അവർ തവസ്സുലാക്കുകയാണ്, അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതുകൊണ്ട് തവസ്സുലാക്കുക എന്നുള്ളത് അത് നമ്മൾ ശീലമാക്കേണ്ട കാര്യമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുൻപായി നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്, അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറയുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവേ നിനക്കാകുന്നു എല്ലാ സ്തുതിയും, എല്ലാ ഹംദും നിനക്കാണ്, നീ ഹംദിന് അർഹനാണ്. അർ റഹ്മാൻ അർ റഹീം, അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറയുകയാണ്. മാലികി യൗമിദ്ദീൻ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്തു പറയുകയാണ്. എന്നിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള കാര്യം. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും മുൻനിർത്തി ചോദിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അത് മുൻനിർത്തി പ്രാർത്ഥിക്കുക രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ നാമങ്ങൾ അത് മൊത്തത്തിൽ എടുത്തു പറയുക, പ്രത്യേകം ഉദ്ദേശമില്ലാതെ പ്രത്യേക സാഹചര്യവും സന്ദർഭവും ഒന്നും നോക്കാതെ അള്ളാഹുവിന്റെ നാമങ്ങൾ മൊത്തത്തിൽ എടുത്തു പറയുക, അത് അനുവദനീയമാണ്. രണ്ടാമത്തേത് നമ്മുടെ സാഹചര്യവും സന്ദർഭവും അതിനനുസരിച്ച നാമങ്ങൾ എടുക്കുക. ഇപ്പോൾ അയാൾ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുകയാണ്, അപ്പോൾ അള്ളാഹുവിന്റെ യാ റഹ്മാൻ യാ റഹീം ഇർഹംനി, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയാണ്. യാ ഗഫൂറു യാ ഗഫാറു ഇഗ്ഫിർലി, അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കുകയാണ്. യാ റസ്സാഖു ഉർസുഖ്നി. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ സന്ദർഭത്തിനും യോജിച്ച നാമങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക, അതും എന്താണ്? അനുവദനീയമാണ്. അതിന്റെ മര്യാദയായി അദബായി പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി യാ റഹ്മാൻ ഇഗ്ഫിർലി എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് തെറ്റൊന്നുമല്ല, മറിച്ച് ഈ ഒരു അദബ് നമുക്ക് എന്താക്കാം, പ്രാവർത്തികമാക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ തവസ്സുലിന്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ തവസ്സുലാണ് ബിൽ അഅമാലിസ് സാലിഹ, നമ്മുടെ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കുക. അല്ലെ, ഈമാൻ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, الذين يقولون ربنا إننا آمنا
അവർ എങ്ങനെ പറയുന്നവരാണ്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നന ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അവിടെ ഈമാൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കണമേ. വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. മഹാനായ യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ വാലിമീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, തൗഹീദ് മുൻനിർത്തി തവസ്സുലാക്കുകയാണ്. അള്ളാഹു പറയുന്നു ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയുണ്ടായി. വനജ്ജയ്നാഹു മിനൽ ഗം, അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാണ് അള്ളാഹു മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, തവസ്സുലാക്കാൻ പറ്റുന്നതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനയുണ്ട്. അതിന്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എന്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അത് മുൻനിർത്തിയാണ് നമ്മൾ ചോദിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻനിർത്തി നമുക്ക് എന്താക്കാം? അല്ലാഹുവിനോട് ചോദിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഇനമാണ് അത്തവസ്സുലു ബിദുആഇ സ്സാലിഹീന അൽ അഹ്യാ, ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ വ്യക്തികൾ, അവരോട് നമുക്ക് എന്താക്കാം? ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരോട് ഇൽമുള്ള തഖ്വയുള്ള ആളുകൾ, അവരോട് നമുക്ക് എന്താക്കാം? ആവശ്യപ്പെടാം. ഇതാരാണ്? ജീവിച്ചിരിക്കുന്നവരോടാണ്, മരിച്ചവരോടല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതകാലത്ത് ഒരിക്കൽ വെള്ളിയാഴ്ച ഖുതുബ പറയുകയാണ്. ഒരു വ്യക്തി കടന്നു വരികയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി മിമ്പറിന്മേലാണ്, ഹലകത്തിൽ മവാശി, ഞങ്ങളുടെ കന്നുകാലികളൊക്കെ അത് മരിച്ചു പോയിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്. വൻ ഖതഅത്തിസ് സുബുൽ, അതുപോലെ ഞങ്ങളുടെ കൃഷികളൊക്കെ അത് നശിച്ചു പോയിട്ടുണ്ട്. ഫദ്ഉല്ലാഹ യുഗീസുന, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലിനോട് പറയുകയാണ്, മുൻപിലുള്ള ജീവിച്ചിരിക്കുന്ന റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദൈഹി, റസൂൽ തന്റെ ഇരു കരങ്ങളും മിമ്പറിൽ വെച്ച് ഉയർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ സ്കിന, അല്ലാഹുമ്മ സ്കിന, അല്ലാഹുമ്മ സ്കിന. അവിടുന്ന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി അത് പ്രാർത്ഥിക്കുന്നത് വരെ അവിടെ എന്തില്ല? കാർമേഘങ്ങളൊന്നുമില്ല. നല്ല സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്ന ചൂടുള്ള സമയമാണ്. പക്ഷേ ഖുതുബ കഴിയുമ്പോഴേക്കും കറുത്തിരുണ്ട കാർമേഘങ്ങൾ വരികയും ശക്തമായ മഴ പെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞതായിരിക്കാം, ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത് ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ എന്തായിരുന്നു? മഴ പെയ്ത് കുതിർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ഒരാഴ്ച ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല. ഒരാഴ്ച ശക്തമായ മഴയാണ്. അങ്ങനെ അടുത്ത ആഴ്ച വേറൊരു വ്യക്തി കടന്നു വരികയാണ്. റസൂലേ, മഴ കൂടിയതിന്റെ പ്രയാസം റസൂലിനോട് അവർ പറയുകയാണ്. റസൂലുള്ള എന്ത് പറഞ്ഞു? മഴ നിൽക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, മറിച്ച് അത് ആ മഴ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നീങ്ങിപ്പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ റസൂലിനോട് നേരിട്ട് പറയുകയാണ്, റസൂലിനോട് തവസ്സുലാക്കുകയാണ്. ഇതെന്താണ്? ഇത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ നബിയുടെ മരണശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ? ഇല്ല. നബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴ ലഭിക്കാതെ പോയി. സഹാബത്ത് എന്താണ് ചെയ്തത്? റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയി, റസൂലെ, താങ്കളുടെ ഉമ്മത്ത് മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് താങ്കളൊന്ന് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. സഹാബത്ത് എന്താണ് ചെയ്തത്? റസൂലിന്റെ പ്രതിജ്ഞനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാൻ പറയുകയും അങ്ങനെ അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തവസ്സുലിന്റെ മറ്റൊരു ഇനമാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റം താഴ്മയും വിനയവും നാം പ്രകടമാക്കുക. നാം അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യക്കാരാണ് എന്ന് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്താക്കണം? എടുത്തു പറയുക.
ആ രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് അത് ദുആഇന്റെ മേഖലയിൽ നമ്മൾ തവസ്സുൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഖുർആനിൽ നമുക്ക് കാണാം. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ്. നൂഹ് നബിക്ക് മുമ്പും പ്രവാചകന്മാരെ അവിടുത്തെ സമൂഹം കളവാക്കിയിട്ടുണ്ട്. ഫകദ്ദബു അബ്ദന, അങ്ങനെ നമ്മുടെ ദാസനായ നൂഹ് നബിയെ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ്, അദ്ദേഹത്തെ കളവാക്കുകയാണ്. വഖാലു മജ്നൂനുൻ വസ്ദുജിർ, നൂഹ് നബി അദ്ദേഹം ഭ്രാന്തനാണ് എന്നവർ പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തെ ആട്ടി വിരട്ടി ഓടിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഫദഅ റബ്ബഹു, മഹാനായ നൂഹ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അന്നി മഗ്ലൂബുൻ ഫൻതസിർ, അല്ലാഹുവേ ഞാൻ പരാജിതനാണ്, അതുകൊണ്ട് ഇവർക്കെതിരെ നീ എന്നെ സഹായിക്കണമേ. അദ്ദേഹം തന്റെ അശക്തത മുഴുവൻ അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്തു പറയുകയാണ്. നോക്കൂ അല്ലാഹു എങ്ങനെയാണ് ഉത്തരം നൽകുന്നത്. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, അല്ലാഹു ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്, അതിലൂടെ കുത്തിച്ചൊരിയുന്ന വെള്ളം അല്ലാഹു ഇറക്കുകയാണ്. അങ്ങനെ ആ വെള്ളം കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട് ആ ജനതയെ അല്ലാഹു നശിപ്പിച്ച ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം, ഹവ്വ, അവർ ഇരുവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. അവർ അല്ലാഹുവിനോട് ആ തെറ്റേറ്റ് പറയുകയാണ്. ഖാല റബ്ബന, അവർ ഇരുവരും പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലംന അൻഫുസന, ഞങ്ങൾ ഇരുവരും ഞങ്ങളുടെ നഫ്സിനോട് തന്നെ ദുൽമ ചെയ്തിരിക്കുന്നു. നോക്കൂ അവരവരുടെ തെറ്റുകൾ എടുത്തു പറയുകയാണ്. എന്നിട്ട് പറയുന്നു ഫഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പാക്കിയില്ലെങ്കിൽ, വതർഹംന ഞങ്ങളോട് റഹ്മത്ത് ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറയുകയാണ്, അള്ളാഹുവെ നിന്നിലേക്ക് ആവശ്യക്കാരാണ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നവനായി നീയല്ലാതെ മറ്റാരുമില്ല, അതുകൊണ്ട് റബ്ബേ പുറത്തു തരണമേ, അത് മാപ്പാക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് അബദ്ധത്താൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മദിയനിൽ നിന്ന് അദ്ദേഹം നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹം നാട് വിട്ട് മദിയൻ എന്ന പ്രദേശത്തേക്ക് എത്തി. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരുമില്ല, കുടുംബക്കാരില്ല, ഭക്ഷണമില്ല, സമ്പത്തില്ല, അഭയം പ്രാപിക്കാൻ ഒരു സ്ഥലമില്ല. മഹാനായ മൂസ അലൈഹിസ്സലാം അദ്ദേഹം മദിയനിലെത്തുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ആളുകളില്ല, കുടുംബക്കാരില്ല, തലചായ്ക്കാൻ ഒരു ഇടമില്ല, സമ്പത്തില്ല, ഭക്ഷണമില്ല. അങ്ങനെ അദ്ദേഹം അങ്ങേയറ്റം പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നു, ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അള്ളാഹുവേ എന്റെ റബ്ബേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏത് നന്മക്കും ഏത് ഖൈറിനും ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ്. നോക്കൂ അദ്ദേഹം ഇതെടുത്തു പറയുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയത്തോടെ താഴ്മയോടെ നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണെന്ന കാര്യം ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുക എന്നുള്ളത് അത് തവസ്സുലിന്റെ ഒരു ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് തവസ്സുലുമായി, ദീനിൽ പഠിപ്പിക്കപ്പെട്ട തവസ്സുലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ വരിയിലെ എല്ലാ വിഷയങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹുബ്ബുസ് സ്വഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബു വമവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫദായിലു ലകിന്നമ അസ്സിദ്ദീഖു മിൻഹും അഫ്ദലു. ഇതിന്റെ അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നു, വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. വഅഖൂലു ഞാൻ പറയുന്നു, അഖൂൽ അല്ലെ, പ്രത്യേകിച്ച് അഖൂൽ എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നാണ് അർത്ഥം. പക്ഷെ അഖീദയുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് അഖീദ പഠിക്കുന്ന വിഷയത്തിൽ ഖുൽ അല്ലെങ്കിൽ അഖൂലു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുകൂടി അതിന്റെ അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖൂലു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അവിടെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, എന്ത് വേണം? ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം. അപ്പോൾ വഅഖൂലു ഞാൻ നാവ് കൊണ്ട് പറയുകയും പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ വിഷയത്തിൽ എന്താണ് എന്റെ അഭിപ്രായം? മാ ജാഅത് ബിഹി ആയാതുഹു, അതിൽ വന്നിട്ടുള്ള ആയത്തുകൾ അതെന്താണ്? ഫഹുവൽ കരീമു അൽ മുൻസലു. അത് രണ്ട് വിശേഷണങ്ങളാണ് ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഒന്നാമത് അൽ കരീം, അതെന്താണ്? ബറക്കത്തുള്ളതാണ്, ആദരവുള്ളതാണ്. രണ്ടാമത് അൽ മുൻസലു, അത് അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അപ്പോൾ ഖുർആനിനെ കുറിച്ചുള്ള വിശ്വാസം, അതാണ് ഈ വരിയിലൂടെ
ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെ ആയത്തുകൾ അത് ബറക്കത്തുള്ളതാണ്. ഇന്നഹു ലഖുർആനുൻ കരീം, ഇത് ആദരണീയമായ ഒരു ഖുർആൻ തന്നെയാകുന്നു, ആദരവുള്ള ബറക്കത്തുള്ള ഒരു ഖുർആൻ തന്നെയാകുന്നു ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ഖുർആൻ, അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഗൈറു മഖ്ലൂഖ്, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ സംസാരം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ അസ്തിത്വത്തിലുള്ളതാണ്, ആദ്യമേ ഉള്ളതാണ്. ചില പിഴച്ച കക്ഷികൾ എന്തു പറഞ്ഞു? അല്ലാഹുവിന് ആദ്യം സംസാരിക്കാൻ കഴിവില്ലായിരുന്നു, പിന്നീട് അല്ലാഹു സംസാരിച്ചതാണ് എന്നല്ല, അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, അല്ലാഹു ആദ്യമേ സംസാരിക്കുന്നവനാണ്. അവന്റെ സംസാരത്തിന് അതിന് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്. ഇതൊക്കെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അത് മറ്റുള്ളവർ കേൾക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും. അല്ലാഹു മൂസ അലൈഹിസ്സലാമുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് നബിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സംസാരിച്ചിട്ടുണ്ട്. ഇനി നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യരോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിക്കുന്നതാണ്, അവരോട് സംസാരിക്കുന്നതാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ വിശേഷണമാണ്. കലാം എന്ന് പറയുന്നത് അവന്റെ വിശേഷണമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. അപ്പോൾ അല്ലാഹുവിന്റെ കലാമിൽപ്പെട്ട ഒരു കാര്യമാണിത് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ മാത്രമാണോ അല്ലാഹുവിന്റെ കലാം? അല്ല. തൗറാത്തും ഇഞ്ചീലും സബൂറും ഇതൊക്കെ എന്താണ്? അതൊക്കെ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിൽപ്പെട്ട ഒരു കാര്യമാണെന്ത് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ പറയാം, എളുപ്പമാണ്. പക്ഷേ ഈ ഒരു വിശ്വാസം ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച പണ്ഡിതന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. ഇമാമുസ് സുന്നഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇപ്പോൾ മുഅ്തസിലിയ വിഭാഗം, അവരാണ് ഈ പിഴച്ച വിഭാഗത്തിന്റെ ആളുകൾ. അവരാണ് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലാഹുവിന്റെ കലാം അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദവുമായി കടന്നു വന്നത്. അങ്ങനെ അവർ അബ്ബാസിയ ഭരണകാലത്ത് ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പിഴച്ച കക്ഷികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ വാദം പുറത്തു പറയാൻ പേടിയാണ്. കാരണം അന്നത്തെ ഭരണാധികാരി അഹ്ലുസുന്നയുടെ നിലപാടുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ ഹാറൂൻ അർ റഷീദിന്റെ കാലം കഴിഞ്ഞു. പിന്നീട് അടുത്ത ഭരണാധികാരിയായ മഅ്മൂൻ അദ്ദേഹം അധികാരത്തിൽ വരികയാണ്. അങ്ങനെ അദ്ദേഹം എന്താണ്, ഈ മുഅ്തസില വിഭാഗം ആ ആശയത്തോട് ചായ്വുള്ള വ്യക്തിയാണ്. ആര്? ഖലീഫയായ ഭരണാധികാരിയായ മഅ്മൂൻ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഈ ഗ്രീക്ക് തത്വചിന്തകൾ, ഫൽസഫയുടെ കിതാബുകൾ, പുസ്തകങ്ങൾ അതൊക്കെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ധാരാളമായി അദ്ദേഹം എന്താക്കി, അത് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഖുർആൻ അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദം അദ്ദേഹം തന്റെ പ്രജകൾക്കിടയിൽ അടിച്ചേൽപ്പിച്ചു. ഈ സന്ദർഭത്തിലും മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ വിരലിൽ എണ്ണാവുന്ന ചില ആളുകളും പണ്ഡിതന്മാരും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. എന്നാൽ ഇത് അല്ലാഹുവിന്റെ സൃഷ്ടി അല്ല എന്ന് പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ ഇമാമുസ് സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ നടു റോട്ടിൽ കഴുതപ്പുറത്തിരുത്തി അവർ ചാട്ടവാറ് കൊണ്ടടിച്ച് അങ്ങാടിയിലൂടെ നടത്തുമായിരുന്നു. അദ്ദേഹത്തെ അങ്ങേയറ്റം അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, അൽ ഖുർആനു കലാമുല്ലാഹ്. അങ്ങനെ മഅ്മൂൻ എന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. അടുത്ത ഭരണാധികാരിയായ മുഅ്തസിം അധികാരത്തിൽ വന്നു. അദ്ദേഹവും ഈ പിഴച്ച ആശയം വേറുന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ ഖാളിയായി നിശ്ചയിക്കുന്നത് ആരെയാണ്? ഇബ്നു അബി ദുആദ് എന്ന വ്യക്തിയെ അദ്ദേഹം ഖാളിയായി നിശ്ചയിക്കുകയാണ്. ആര്? ഭരണാധികാരിയായ മുഅ്തസിം. അങ്ങനെ ഖാളി അദ്ദേഹവും ഈ പിഴച്ചവാദമുള്ളവനാണ്. അദ്ദേഹം ഇമാം അഹ്മദിനെ തടവറയിലിടണമെന്ന് അദ്ദേഹം വിധിക്കുകയാണ്. അങ്ങനെ 2 വർഷം പിന്നീട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ കിടക്കുകയാണ്. പിന്നീട് പല സംവാദങ്ങളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ നിന്ന് മോചിതനായി. അങ്ങനെ മുഅ്തസിം എന്ന ഭരണാധികാരി അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് വരുന്നവനാരാണ്? ഇമാം അഹ്മദിന്റെ അങ്ങേയറ്റം ശത്രുവായ, അദ്ദേഹത്തെ അങ്ങേയറ്റം പീഡിപ്പിച്ച വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ വരികയാണ്. അദ്ദേഹം എന്ത് മനസ്സിലാക്കി? തടവറയോ ചാട്ടവാറോ അതുപോലെ പീഡനങ്ങളോ ഒന്നും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ
അദ്ദേഹത്തിന്റെ വാദത്തിൽ നിന്ന് അദ്ദേഹത്തെ പിറകോട്ട് വലിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ വാഫിഖ്, ഭരണാധികാരിയായ വാഫിഖ്, അദ്ദേഹം എന്താക്കുകയാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബലിന് വിലക്കേർപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഊരി വിലക്കേർപ്പെടുത്തുകയാണ്. അദ്ദേഹം പഠിപ്പിക്കാൻ പാടില്ല, അദ്ദേഹം ഫത്വ കൊടുക്കാൻ പാടില്ല, എന്തിനധികം ജമാഅത്ത് നമസ്കാരത്തിന് പോലും വരാൻ പാടില്ല. അങ്ങനെ വീട്ടു തടങ്കലിലാക്കുകയാണ്. അപ്പോഴും ഇമാം അഹ്മദ് ബിൻ ഹംബൽ ക്ഷമിക്കുകയാണ്. അദ്ദേഹം ഭരണാധികാരിക്കെതിരെ പുറപ്പെട്ടില്ല. അങ്ങനെ നീണ്ട 14 വർഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ വാസിഖിന്റെ കാലശേഷം അടുത്ത ഭരണാധികാരിയായി മുതവക്കിൽ എന്ന ഭരണാധികാരി അധികാരത്തിലെത്തുകയാണ്. അദ്ദേഹം അഹ്ലുസുന്നയുടെ നിലപാടുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന മുഅ്മിനീങ്ങളുടെ അവരുടെ ആ ശരിയായ വിശ്വാസം അത് പിന്നീട് അതേപോലെ തന്നെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ മഖ്ലൂഖല്ല എന്ന് നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് പറയുമ്പോൾ 14 വർഷത്തെ പീഡനങ്ങൾ ഇമാമുമാർ അതിന്റെ പിന്നിൽ സഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അഖീദയുടെ എത്രയോ ഗ്രന്ഥങ്ങൾ അത് ഇമാമുമാർ അത് ബിദ്അത്തുകളിൽ നിന്നും ശിർക്കിൽ നിന്നും പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും അതിനെ സംശുദ്ധമായി നമുക്ക് വിശദീകരിച്ചു നൽകിയതാണ്. അവർ അതിനുവേണ്ടി എത്രയോ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ ഇമാമുമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുക, അതൊക്കെ ഒരു മതവിദ്യാർത്ഥി എന്ന നിലയിൽ നാം ഓരോരുത്തരും പാലിക്കേണ്ട മര്യാദകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനിനെ കുറിച്ചുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പറയാം. ഒന്നാമത്തേത്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതിന് അക്ഷരങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കലാമിന് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിന് ധാരാളം തെളിവുണ്ട്. അതിലൊരായത്ത് മാത്രം നമുക്ക് ഓതാം. ഏതാണ്? വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക. യുദ്ധത്തിന്റെ സമയത്ത്, യുദ്ധം നടക്കുന്ന സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ആരെങ്കിലും നബിയെ താങ്കളുടെ അടുക്കൽ അഭയം ചോദിച്ചു വന്നാൽ ഫഅജിർഹു, താങ്കൾ അവർക്ക് എന്താക്കണം? അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാമല്ലാഹ്, അള്ളാഹുവിന്റെ കലാം അവർ കേട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇവിടെ എന്താണ് പറഞ്ഞത്? കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം എന്നാണ് പറഞ്ഞത് ഖുർആൻ. അപ്പോൾ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ധാരാളം തെളിവുകളുണ്ട്. അതുപോലെ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ചില വിളിച്ച കക്ഷികൾ എന്ന് പറഞ്ഞു അത് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയും എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മനസ്സിൽ തോന്നിയ ആശയം അത് മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് കേൾക്കുകയും അതേ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത്. നബിക്ക് ഇറക്കി കൊടുക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളുണ്ട്. തൻസീലുൽ കിതാബ്, എന്താണ്? ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത്, അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു അവതരിപ്പിച്ചതാണിത്. നസല ബിഹി റൂഹുൽ അമീൻ, നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അതുമായി ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, അതുപോലെ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക. ഇതൊക്കെ എന്താണ്? ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നതിന്റെ തെളിവാണ്. അതുപോലെ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നതിനുള്ളൊരു തെളിവ് അതുകൂടി നമുക്ക് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കിടാങ്ങളായ അൽ ഹസൻ വൽ ഹുസൈൻ അവരെ മന്ത്രിക്കുമായിരുന്നു. എങ്ങനെയാണ് മന്ത്രിക്കാറുള്ളത്? അഊദു ബികലിമാതില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. ഈ ഹദീസിൽ നിന്ന് എന്തിനു തെളിവുണ്ട്? ഖുർആൻ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലാം അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നതിന് തെളിവുണ്ട്. എങ്ങനെയാണ് തെളിവുണ്ടാവുക? ഇപ്പൊ അള്ളാഹുവിന്റെ കലിമത്തുകൾ മുൻനിർത്തിയാണ് ആര് അഭയം ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളെ കൊണ്ട് അഭയം ചോദിക്കുമോ? ഇല്ല. ഒരു സൃഷ്ടിയെ കൊണ്ട് അഭയം ചോദിക്കുക എന്നത് എന്താണ്? പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാം എന്നത് എന്താണ്?
അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് തെളിവുണ്ട് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഈ ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചതായി കാണാം. അതുപോലെ തന്നെ ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. കൂട്ടിക്കടത്തലുകളോ വെട്ടിച്ചുരുക്കലുകളോ അതിലുണ്ടാവുകയില്ല. അത് പണ്ഡിത ലോകത്ത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.